അയ്യോ ബേബിക്കുട്ട സാറ് വരൂ സാർ വരൂ. പച്ചാളത്തിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു. ഒരുപാട് തവണ ട്രൈ ചെയ്തെങ്കിലും സ്വിച്ച് ഓഫ്. പടം നിന്നുപോയതിലുള്ള പലരുടെ അനുശോചനം കേട്ട് മടുത്തപ്പോൾ ഓഫ് ചെയ്താണ് സാർ. നമുക്കറിയാലോ, ഉള്ളാലെ സന്തോഷിക്കുന്നവരാ ഈ സമയത്ത് കൂടുതലും വിളിക്കുക. അവരെങ്ങനെ സൂഹിക്കേണ്ടെന്ന് എനിക്ക് തോന്നി. ഹലോ സാർ. ആ നമസ്കാരം, അലക്സ് സാമുവൽ. ഞാൻ ബേബിക്കുട്ട. അറിയാം സാർ, ഇരിക്കൂ. ആള് ഞാൻ വിചാരിച്ചാലും ചെറുപ്പമാണല്ലോ. പക്ഷെ വേറൊന്നും തോന്നരുത്, ഒരു ചെറുപ്പക്കാരന്റെ ഊർജം തീരെ ഇല്ലാത്ത ആളാണല്ലേ. സംവിധാനം ചെയ്യൽ മാത്രമാണോ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ്? സിനിമയ്ക്കെതിരെ നിൽക്കുന്നവനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം കൂടി വേണ്ടേ? ഇത് എന്റെ ചങ്കൂറ്റത്തിന്റെ പ്രശ്നമല്ല സാർ. അവസാനം അടിപെടുന്നത് ഇൻവെസ്റ്റർ ആണല്ലോ. എന്താ മിസ്റ്റർ പച്ചാളം, ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ? ഏതാനും ചില കടൽ കിഴവന്മാരെ പേടിച്ച് ഓടി ഒളിക്കുകയാണോ വേണ്ടത്? ബേബി സാറിന് അറിയാമോന്ന് എനിക്കറിയില്ല. സരോജും ഞാനും തമ്മിൽ തെറ്റി. ഈ പ്രോജക്റ്റിനെതിരെ പുറകെ ഇന്ന് കളിക്കുന്നത് അയാളാ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അയാളെപ്പോലുള്ള താരങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വെറും ഭാഗ്യം മാത്രമാണ്. അവരെല്ലാം ഈയാമ്പാറ്റകളെപ്പോലെ വരും പോകും. അപ്പോഴും സിനിമ ഇവിടെ ഉണ്ടാവും. ഒരു സിനിമ അത് സൃഷ്ടിച്ചവന്റെ പേരിലാണ് ഇനിയുള്ള കാലം അറിയപ്പെടാൻ പോകുന്നത്. മറ്റു പലയിടത്തും അതങ്ങനെയാണ്. ഇവിടെയും സൂചനകൾ കണ്ടു തുടങ്ങി. ഫൈറ്റ് ചെയ്യണം. നിഷേധിക്കപ്പെട്ടതെല്ലാം നേടിത്തരാൻ തൽക്കാലം എനിക്ക് കഴിയും. കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മിസ്റ്റർ ബേബിക്കുട്ടനുണ്ടോ? ഉണ്ട് സാർ, വരൂ സാർ. സാർ, ആക്ടർ സരോജ് കുമാർ വന്നിട്ടുണ്ട്. സരോജ് കുമാറോ? വരാൻ പറ. ശരി സാർ. ആ വരൂ മിസ്റ്റർ സരോജ് കുമാർ. ഇതെന്തു പറ്റി? താരം മണ്ണിലേക്ക് ഇറങ്ങി വരാൻ? ഏയ്, ഞാനൊക്കെ എന്ത് താരം. നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയുണ്ടോ? അപ്പൊ ബേബിക്കുട്ടനൊക്കെ അല്ലേ യഥാർത്ഥ താരങ്ങൾ. അതെനിക്കൊരു പുതിയ അറിവാണ്. ഞങ്ങളില്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് ഭാവിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതൊക്കെ വിഡ്ഢികൾ. കറക്റ്റ്, ഞാനും അങ്ങനെ കരുതിയിട്ടുള്ളൂ. പിന്നെന്താ വിശേഷിച്ച്? അത് കൊള്ളാം. എനിക്ക് ബേബിക്കുട്ടനെ കാണാൻ അങ്ങനെ വിശേഷം വല്ലതും വേണമെന്നുണ്ടോ? ആരോ പറഞ്ഞു ബേബിക്കുട്ടൻ്റെ ഓഫീസ് ഇവിടാണെന്ന്. എങ്കിലൊന്ന് കാണാമെന്ന് വെച്ചു. തമ്മിൽ കണ്ടിട്ടും കുറച്ച് നാളായല്ലോ. സരോജനെ എനിക്ക് പണ്ടേ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞത് വെറും നുണ. ചേച്ചേ, ഞാനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്നാലും ആട് കിടന്നെടുത്ത് പൂടെയെങ്കിലും കാണാതിരിക്കുവോ? എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ. എന്ത്? പച്ചാളത്തിന്റെ പടം സരോജ് ഇടപെട്ട് യൂണിയനെ കൊണ്ട് ബാൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള തെമ്മാടിത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവർ പടം ഷൂട്ട് ചെയ്യും, തിയേറ്ററിലെത്തിക്കും. ഞാൻ സപ്പോർട്ട് പിൻവലിക്കണമെന്ന് സരോജല്ല മറ്റേത് ഏഭ്യൻ പറഞ്ഞാലും നടക്കില്ല. ഞാനിവിടെ വന്നത് പഴയൊരു സുഹൃത്തിനെ കാണാനാണ്. എന്ത് സുഹൃത്ത്? എവിടുത്തെ സുഹൃത്ത്? തന്നെ വെച്ച് ഒരേ ഒരു പടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയി ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചവനല്ലേ താൻ? ഉദയഭാനുവിൻ്റെ തിരക്കഥ മോഷ്ടിച്ച് അതിൻ്റെ പുറത്ത് ആളായവനല്ലേ താൻ? ബെസ്റ്റ് സുഹൃത്ത്. അന്ന് തന്നെ അതിനൊക്കെ മാപ്പ് പറഞ്ഞതല്ലേ ഞാൻ. പക്ഷെ താൻ മാറിയില്ലല്ലോ. എടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റാങ്കോടെ പാസ്സായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം കെട്ടേണ്ടി വന്ന ഒരു പാവപ്പെട്ട പയ്യനെ താൻ തല്ലിയില്ലോടും. അന്നതറിഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയാൽ. അതിനും ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്നോടോ? അവന്റെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചിട്ട് പാടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിലും തൻ്റെ മാപ്പിന് എന്തു വില? സ്വന്തം അച്ഛനെയും താൻ തല്ലും, പിന്നീട് മാപ്പും ചോദിക്കും. ഓക്കെ ബേബിക്കുട്ട, നമുക്ക് ഇനിയും ഒരുമിച്ച് പടങ്ങൾ ചെയ്യണം. ഞാൻ എത്ര ഡേറ്റ് വേണമെങ്കിലും തരാം. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന പ്രയോഗം ഭാഷയിലുണ്ടായത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും. തൻ്റെ ഡേറ്റ് മുഴുവൻ ഒരു പാത്രത്തിലിട്ട് പുഴുങ്ങി താൻ തന്നെ വിഴുങ്ങിക്കോ. ഓ, അത് ശരി. ഒന്ന് ചോദിച്ചോട്ടെ, പച്ചാളം എന്ന നാറിയുടെ പടം ബാൻ ചെയ്തത് ഒരുപാട് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരെ എതിർത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ബേബിക്കുട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ സംഘടനകളും ഉണ്ടായത് സിനിമയുടെ നന്മയ്ക്കാണെന്നാണ് വെപ്പ്. പക്ഷേ നേതാക്കന്മാരുടെ ഈഗോ
ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ആളാകാനുള്ള വ്യഗ്രത, അങ്ങനെ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ. അതുകൊണ്ട് തമ്മിൽ തല്ലി അവർ സിനിമയെ കൊല്ലുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു സംഘടന ഇന്നിവിടെ ഇല്ല. അതുണ്ടാവുന്നതുവരെ എന്നെപ്പോലെയുള്ള വ്യക്തികൾ തനിച്ച് നിന്ന് ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. പ്രത്യാഘാതങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ചുവരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ പറ്റൂ എന്ന പഴയ ചൊല്ല് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായി. ഞാൻ എന്ന ചുവരിനെ നിങ്ങൾ ഇല്ലാതാക്കും. ഗുണ്ടായിസം. എന്റെ പ്രതികരണം പറയാം. ഇറങ്ങിപ്പോടാ എന്റെ മുറിയിൽ നിന്ന്. ഇല്ല, വിടില്ല പാവി. നിന്നിൽ നിന്ന് തന്നെ നീ ഓടാൻ ശ്രമിക്കുന്നത്. ഇല്ല, വിടില്ല. ആരാ കാറിൽ ഫ്രെയിമിലേക്ക് കയറ്റിവിട്ടത്? ഒരാളല്ലേ ശ്രദ്ധിക്കാൻ. മാറ്റാൻ പറ. യൂണിയൻ അധികരിച്ച് നീയൊക്കെ ഷൂട്ടിംഗ് നടത്തി വിടടാ. തല്ലി പൊളിക്കടാ. നിങ്ങളെന്തേ കാണിക്കുന്നേ? നിർത്താൻ. അവരെ തൊട്ടുപോകരുത്. അയ്യോ 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 അയ്യോ. എടാ പച്ചാളംബാസി, എടാ മലയാള സിനിമ ഞങ്ങൾ ഇല്ലാതാക്കോടാ. നീ നോക്കിക്കോ. നീ പോടാ പ്രകാശം പരത്തുന്നവനെ. ഞാൻ പറഞ്ഞില്ലേ ഈ തെമ്മാടികൾ ഇത് ചെയ്യുമെന്ന്. പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയത് എത്ര നന്നായി. സാർ, ഇങ്ങനെ തല്ലും പിടിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊരു ക്രിയേറ്റീവ് വർക്കല്ലേ. സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ ഇത് നടക്കും? അത് ശരിയാണ്. പെട്ടെന്ന് അവൻ ഒരു പത്തി താഴ്ത്തുമെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും പോലീസ് പ്രൊട്ടക്ഷൻ പ്രാക്ടിക്കലുമല്ല. ഈ കഥയ്ക്ക് നേറ്റിവിറ്റി വലിയ പ്രശ്നമല്ല. കർണാടകയിലോ തമിഴ്നാട്ടിലോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട ലക്സേ. മലയാളികൾ തന്നെ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഈ നാട്ടിൽ നിന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി നമ്മുടെ സിനിമ തീർക്കാം. താങ്ക് യു സാർ. എങ്കിൽ തൽക്കാലം പാക്കപ്പ് പറഞ്ഞേക്കട്ടെ. പറഞ്ഞോളൂ. പാക്കപ്പ്. എടാ തെങ്ങുമൂടി രാജപ്പ നാറി, ഇത് ഞാനാടാ പച്ചാളം പാസി. എന്റെ പടം ഹിൽ സ്റ്റേഷൻ സൂപ്പർ ഹിറ്റായടാ റാസ്കൽ. ഈ പടത്തിന്റെ ലാഭം മുഴുവൻ നിന്നെ കൊന്നിട്ട് അതിന്റെ കേസ് നടത്താൻ ചെലവാക്കോടാ ഞാൻ. എടാ നിന്നെ ഞാൻ വെല്ലുവിളിക്കും. കലൂർ സ്റ്റേഡിയത്തിലോ പുത്തിരിക്കട്ട മൈതാനത്തോ എവിടെയാന്ന് വെച്ചാൽ നീ നിന്റെ തോക്കം കൊണ്ട് വാടാ. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു തോക്കിന്റെ ലൈസൻസ് എനിക്കും കിട്ടിയടാ. ഇതാ ശബ്ദം കേട്ടോ. കേട്ടല്ലോ. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വാടാ കള്ള പന്നി. എടാ ശ്യാമേട്ടൻ വന്നടാ. എടാ ശ്യാമേട്ടൻ, ഞങ്ങൾ എത്ര നാളെ നോക്കിയിരിക്കുന്നു. ഏതാ ശ്യാമേട്ട? അടുത്ത പടച്ചട്ടനല്ലേ ശ്യാമേട്ട ആ പടത്തിലിട്ടേക്കുന്നത്? ശരിക്കും ഹിൽ സ്റ്റേഷനിൽ ശ്യാമേട്ടൻ അടിച്ചു പൊളിച്ചു. പാട്ടും തകർത്ത് കേട്ടോ. 25 ദിവസം കഴിഞ്ഞു. ഇപ്പോഴൊന്നൊരാളാന്നറിയോ? ടിക്കറ്റ് കിട്ടാനല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാരും സിനിമ കണ്ടു കഴിഞ്ഞു? പിന്നെ ഇനി നാട്ടിലാരും കാണാൻ ബാക്കിയില്ല. അച്ഛാ, സിനിമ നടൻ ശ്യാമേട്ടൻ വന്നു. എന്താടാ ബാലു, ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് സിനിമാ നടനായോ? ഞങ്ങളാരും ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ലല്ലോ. അയ്യോ, ഇതാരും. എടാ ശ്യാമേ, നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്താ വിശേട്ടാ, എനിക്ക് മറവി രോഗം ബാധിച്ചു. എടാ ശ്യാമേ, ആ പടത്തിൽ നടുറോട്ടിലിട്ട് നിന്നെ ബൈക്കുകാരൻ തൊഴിക്കുന്നില്ലടാ. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നാലും ആ സരോജ് കുമാർ തല്ലിയപ്പോ നീ എന്താടാ കുന്തം വിഴിഞ്ഞ പോലെ നിന്ന് കളഞ്ഞത്? ഒരെണ്ണം നിനക്ക് പൊട്ടിക്കായിരുന്നില്ലേ? മുതിർന്ന ആളുകളോട് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ ബാലേട്ടാ? അങ്ങനെ അയാൾ അടിച്ചതിന്റെ ഭാഷയിലാണല്ലോ ഇവനെ തന്നെ നായകനായിക്കൊണ്ട് അതേ സംവിധായകൻ ഈ പടം എടുത്തത്. ശരിയല്ലേ? ഞാനൊരു വാരിയല് വായിച്ചാടാ. അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു റോൾ ഉണ്ടായി, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ കാരണം ഈ തൊട്ടിപ്പാലം പഞ്ചായത്ത് ഭയങ്കര ഫേമസ് ആയി ശ്യാമേ. എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനിയുള്ള സിനിമകളിൽ നീ അഭിനയിക്കുമ്പോഴേ
നമ്മുടെ നാടിന്റെ പേര് കൂടി നിന്റെ പേരിനോടൊപ്പം ചേർക്കണം. അടൂർ ഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുപോലെ തൊട്ടിപ്പാലം ശ്യാം. തൊട്ടിപ്പാലം ശ്യാമെന്നോ മറ്റോ വച്ച നല്ല ഇടി കിട്ടും. എന്തായാലും ഞങ്ങക്ക് സന്തോഷമായിടാ. കുറെ കഷ്ടപ്പെട്ടെങ്കിലും നീ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയല്ലോ. ഇനിയും ഉയരങ്ങളിലെത്താൻ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അത് മതി രവിയേട്ടാ, എനിക്കത് മതി. ഇനി മതി കേട്ടോ. നീ ഹോട്ടലിൽ നിന്ന് തന്നെയാണോ ഇപ്പോഴും കഴിക്കുന്നത്? വേറെ വഴിയില്ലല്ലോ. സ്കൂളിലൊക്കെ ഏട്ടന്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ മടുത്തു. എങ്കിൽ നീ ഇനി ആ സ്കൂളിലോട്ട് പോണ്ട. പോകാതെ പിന്നെ? ഞാൻ ചിലതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2 ദിവസത്തിനകം ചെന്നൈയിലോട്ട് പോകണം. 2 ദിവസോ? ഇത്രയും നാളുകൂടി വന്നിട്ട് ഒരാഴ്ചയെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാ പോരെ? ഫോണിൽ പറയണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ അവിടെ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് വാടകയ്ക്ക് എടുത്തു. നിങ്ങൾക്ക് 2 പേർക്കും അവിടേക്ക് വന്നൂടെ? അതെങ്ങനെയാടാ ശരിയാവുന്നത്? തയ്യൽ ജോലി ഇപ്പോഴാ ഒന്ന് പച്ച പിടിച്ചു വരുന്നത്. അവിടെ ആളുകൾ ബ്ലൗസും ചുരിദാറും ഒക്കെ ഇടുന്നുണ്ടമ്മേ. തൽക്കാലം ഈ വീട് ഒഴിയാം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് നമുക്കങ്ങ് പോകാം. വേറെ ആരോടും ചോദിക്കാനും പറയാനോ ഒന്നുമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പം തീരുമാനിക്കാം.